എൻ്റെ പേര് ബസാലേൽ. ദൈവം തന്ന കഴിവുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി പണി ചെയ്ത ഒരു പാവം ക്രാഫ്റ്റ്സ്മാൻ. ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു തരാട്ടാ. സീൻ ഇച്ചിരി പഴയതാണ്. ഇത് നടക്കുന്നത് ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലൂടെ പോകുന്ന ടൈമിലാണ്. മോശ സീനായ് മലയിൽ പോയി ദൈവത്തിനെ കണ്ട് പുള്ളിക്കാരൻ്റെ 10 ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വാങ്ങി തിരിച്ചു വന്നു. ഒരിക്കൽ ദൈവം പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം, അതിന് സമാഗമ കൂടാരം എന്ന് പേരിടണം. പുള്ളിക്കാരൻ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് ടോപ്പാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും കിടുക്കാച്ചി വീടായിരിക്കണമെന്ന് മോശ തീരുമാനിച്ചു. അപ്പോഴാണ് ചോദ്യം, ഇത് ആര് നിർമ്മിക്കും? ദൈവം മോശയോട് ക്ലിയറായി പറഞ്ഞു, നോക്കു മോശേ, ഞാൻ യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ മകനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഇതിനായി പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. മച്ചാന്മാരെ ദൈവം പേര് ചൊല്ലി വിളിക്കുക എന്നാൽ അതൊരു വേറെ ലെവൽ അമോംഗീകാരമാണ്. അത് കഴിഞ്ഞ് ദൈവം എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് തന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു. പുറപ്പാട് 31-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. പോഴാത്തതിന് എനിക്ക് കൂട്ടിന് ദൈവം ദാൻ ഗോത്രക്കാരനായ അഹോലിയാബിനെ തന്നു. ഞങ്ങൾ 2 ആളും കൂടി അവിടുത്തെ പണിക്കാരെയൊക്കെ വിളിച്ച് ഒരു അടിപൊളി ടീം സെറ്റ് ചെയ്തു. സ്വർണത്തിൽ പൊതിഞ്ഞ സമാഗമ കൂടാരവും 7 ശാഖകളുള്ള വിളക്കും പുരോഹിതന്മാർക്കുള്ള സ്വർണ്ണനൂൽ കുപ്പായവും അങ്ങനെ എല്ലാം സ്പീഡിൽ തന്നെ സെറ്റപ്പാക്കി. എൻ്റെ വർക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഓരോ ചെറിയ ആണി പോലും ദൈവം പറഞ്ഞ ബ്ലൂ പ്രിന്റ് പോലെയായിരുന്നു. ഒരു തരി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. മാറാൻ ഞാൻ സമ്മതിക്കില്ല. മച്ചാമാരെ, പലപ്പോഴും നമ്മുടെ പല പ്ലാനും പൊളിഞ്ഞ് നാശകോശമാകുന്നത് ഈ ബ്ലൂ പ്രിന്റ് മിസ്സാവുന്നത് കൊണ്ടാണ്. ഏത് കൊലക്കൊമ്പൻ എഞ്ചിനീയർ പ്ലാൻ വരച്ചാലും ഒന്ന് നമ്മുടെ പുള്ളിക്കാരനെ കാണിച്ചോളോട്ടാ. പുള്ളിക്കാരൻ വല്ല ചേഞ്ച് പറയാണേ, ഒന്ന് മാറ്റാൻ നോക്കിയോളോ, മാറ്റി സംഗതി എടുക്കും. അപ്പോൾ ബൈ.